ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചിക്കനാണ്. അതിന് വേറെ ഒന്നും വേണ്ട, വെറും 4 തക്കാളി മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 4 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തത് പോലത്തുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. എന്നിട്ട് അത് ചെറിയ പീസാക്കിയതിന് ശേഷം അത് നല്ല ഉടച്ചു കൊടുക്കുക. നല്ല കൈ കൊണ്ട് തന്നെ നല്ല ഉടച്ചെടുക്കണം. അപ്പം ഞാൻ അധികം പഴുക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ കടയിൽ തന്നെ ഒരുപാട് പേര് വന്ന് തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഒരുവിധമായിട്ട് അപ്പോൾ ഞാൻ അധികം പഴുക്കാതെ നോക്കിയിട്ടാണ് എടുക്കുക. നല്ല ഉടച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മുളക് പൊടി എരിവ് എങ്ങനെയാണ് അതനുസരിച്ച് നമ്മളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കനും ഈ മസാലയും കൂടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ആവണം. ഈ തക്കാളിയും അതിൻ്റെ പൊടികളും എല്ലാം കൂടി നല്ല മിക്സ് ആക്കണം കേട്ടോ. നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. തക്കാളിയുടെ നീരൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഉണ്ടാവും. 1/4 ഗ്ലാസ് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് ഇനി അത് ഗ്യാസ് ഓണാക്കി ഇതൊന്ന് വേവിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് തിളച്ചതിന് ശേഷം ഇത് തള വന്നിട്ടുണ്ട്. തള വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂടി തുറന്നിട്ട് ആ ഗ്രേവിയിൽ നിന്ന് എല്ലാ ചിക്കനും കൊടുക്കുക. ചിക്കൻ മാത്രം ഓരോന്നായിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ആ ഗ്രേവി അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ ചിക്കൻ പീസസൊക്കെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഞാൻ എല്ലാ ചിക്കൻ പീസും ഇപ്പോൾ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്തായാലും ഒഴിക്കാൻ ഓയിൽ ഒഴിക്കരുത്, വെളിച്ചെണ്ണ വേണം. ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ഓരോ ചിക്കൻ്റെ പീസസ് ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക. സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എല്ലാം മറിച്ചിട്ട് എല്ലാം 2 ട്രിപ്പും ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യം. സെക്കൻഡ് ട്രിപ്പ് ഇട്ടാണെന്ന് ലാസ്റ്റ് ട്രിപ്പാണ്. അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയാണിത് ആ ഗ്രേവി തന്നെ വെക്കുക. ആ ഗ്രേവി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല, കുറച്ചൊന്ന് തിളപ്പിച്ച് ചെറിയ കുറുകിയ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ചിക്കനൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താണ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഗ്രേവിയും ഈ ചിക്കനും കൂടി നന്നായി സെറ്റ് ആവാണ്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അതൊന്ന് അവിടെ നിന്ന് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവട്ടെ കിടന്നിട്ട് ആ നേരം കൊണ്ട് നമുക്ക് ആ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണയിൽ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഈ കിടന്ന് തിളയ്ക്കുന്ന ചിക്കനിലേക്ക് എന്ത് ചെയ്യണം, ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഗ്രേവിയൊക്കെ ഒന്ന് വെറ്റി ഒന്ന് ചിക്കനും അതൊക്കെ കൂടി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഗ്രേവി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ എടുക്കുക. അല്ലെങ്കിൽ ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ഇനിയും നല്ല ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഗ്രേവി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് ഗ്രേവി എടുക്കാൻ ഓഫ് ചെയ്യുക, അങ്ങനെയും ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആക്കി റോസ്റ്റ് പോലെയൊക്കെ അങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.